പേയറ്റു നിന്നോരോ ജായയും താനുമായി മായം കളഞ്ഞു വസിക്കും കാലം. ശുഭ്രുവായുള്ളോരു ദേവകീ ദേവിക്കു ഗർഭവുമുണ്ടായി മെല്ലെ മെല്ലെ. അദ്ഭുതകാന്തിയായി ദുർഭഗനല്ലാതോരർഭകനുണ്ടായതെന്നു വന്നു. സൂനുവെ കണ്ടു നിന്നാനന്ദിച്ചിടുന്നോരാനകദുന്ദുഭി ദീനനായി. കണ്ണുനീർ തൂകുന്ന ദേവകി തന്നൂടെ കയ്യിൽ നിന്നേരം വാങ്ങി നേരെ പെട്ടെന്നു കൊണ്ടുപോയി കംസന്നു നൽകിനാൻ. പട്ടാങ്ങു ചെയ്യുന്നോരെന്നു ന്യായം എന്നതു കണ്ടോരു കംസൻ താനന്നേരം ചിന്തിച്ചു ചൊല്ലിനാനല്ലൽ നീക്കി. മേലിലുണ്ടാകുന്ന ബാലകനല്ലോ എൻ കാലനായി ചാലേ വരുന്നതെന്നാൽ കൊല്ലുന്നേനല്ല ഈ പൈതലെ ഇന്നു ഞാൻ അല്ലലും തീർത്തു വളർത്താലും നീ. ആനകദുന്ദുഭീതാനതു കേട്ടപ്പോൾ വിനത കൈവിട്ടു മാനിച്ചൂടൻ. ബാലനെ തന്നെയും ദേവകിക്കായിട്ടു ചാലേ നൽകിടിനാൻ കൊണ്ടുപോയി. പിന്നെയങ്ങെല്ലാരും തന്നൂടെ മന്ദിരം തന്നിലിരിക്കും കാലം. ആഗതനായോരു നാരദൻ കംസനോടാദരവോടു പറഞ്ഞാനപ്പോൾ ബന്ധുവെ തന്നെയും വൈരി തന്നെയും ചിന്തിച്ചു വേണമയൊന്നു ചെയ്യുവാൻ. നിന്നുടെ വൈരികളായി നിന്നിടുന്ന വിണ്ണവരല്ലോ ഈ പാരിടത്തിൽ. വിഷ്ണുവിൻ ചൊല്ലാലെ വന്നു പിറന്നിട്ടു കൃഷ്ണികളായി ചമഞ്ഞതിപ്പോൾ. പണ്ടേ നിന്നുടെ വൈരിയായി മേവുന്ന കൊണ്ടൽ നേർ വർണ്ണൻ താൻ ഇന്നു നേരെ. ദേവകി തന്നൂടെ ഗർഭകനായിട്ടു മേവി നിന്നാശു പിറന്നു പിന്നെ. നിന്നെയും നിന്നുടെ സേവകന്മാരെയും കൊന്നിടുമെന്നത് തേറിനാലും മാഴ്കാതെ നിന്നെ നീ കാത്തുകൊള്ളായിലോ ആകാതെ പോക്കുമേ ഭോജനാഥ. നാരദനിങ്ങു ചൊന്നതു കേട്ടിട്ടു ഘോരനായുള്ളോരു കംസനപ്പോൾ യാദവന്മാരോടു പോരു തുടങ്ങിനാൻ. വാനവരെന്നതു നണ്ണി നേരെ പീഡിതരായവരോരോരോ നാട്ടിലെന്നാടും വേടിഞ്ഞു നടന്നാരെങ്ങും. പിന്നെയണഞ്ഞവനാനകദുന്ദുഭി തന്നെയും ദേവകി തന്നെയും താൻ. ചങ്ങല കൊണ്ടു തളച്ചു നിന്നിടിനാൻ തങ്ങളിലെ ചൊല്ല എന്നു നണ്ണി. ഉണ്ടായ ബാലകന്മാരെയും ചെഞ്ചമ്മെ കണ്ഠം പിരിച്ചു കഴിച്ചാൻ പാപി. ചീറി നിന്നിടുന്ന കംസനെന്നിങ്ങനെ ആറുകിടാങ്ങളെ കൊന്നവാറെ. സപ്തമമാകുന്ന ഗർഭവുമുണ്ടായി ഉത്തമയാകുന്ന ദേവകിക്കോ. ലക്ഷ്മീശൻ താനെന്നു ചിന്തിച്ചു ചൊല്ലിനാൻ അക്ഷണം തന്മായ തന്നോടപ്പോൾ. പാരാതെ പോകേണം ഭൂതലം തന്നിൽ നീ കാര്യങ്ങളോരോന്നേ സാധിപ്പാനായി. ദേവകി തന്നൂടെ ഗർഭകനായിട്ടു മേവി നിന്നിടുമാനന്ദനെ നീ. ഗോകുലം തന്നിൽ വസിച്ചു നിന്നിടുന്ന രോഹിണി തന്നിലങ്ങാക്ക വേണം. ആനകദുന്ദുഭി തന്നൂടെ സൂനുവായി ഞാനും പിറക്കുന്നതുണ്ടു നേരെ.
നന്ദവിലാസിനി തന്മകളായിട്ടു നന്നായി പോന്നു പിറക്ക നീയും. കൊല്ലുവാനോങ്ങുന്ന കംസനെ വഞ്ചിച്ചു മെല്ലവേ പോയിക്കൊണ്ടമ്പരത്തിൽ. മാലോകർക്കേലുന്നോരാപത്തെ പോക്കുവാൻ ഭൂലോകം തന്നിൽ വസിക്ക പിന്നെ. ഭക്തിയെ പൂണ്ടു ഭജിച്ചു നിന്നിടുന്നോർ കത്തലെ തീർത്തു തുണപ്പതിനായി. മാലയിന്നിടുന്ന ഭൂലോകവാസികൾ കാലംബമായെഴും മൂലതായേ. കാൽത്താരിൽ കുമ്പിട്ടു കൈവണങ്ങിടുന്നേൻ കാത്തുകൊള്ളേണമേ തമ്പുരാട്ടി. ഇത്തരമോരോരോ നൽസ്തുതിയോതി നിന്നുത്തമമായൊരു ഭക്തിയുമായി വാഴ്ത്തി വണങ്ങുന്നവരാസ്ത പൂണ്ടോരോരോ ധാത്രീസൂരന്മാരും മറ്റുള്ളോരും. വൈകല്യം തീർക്കുന്ന വൈകുണ്ഠനിങ്ങനെ വൈകാതെ പോകുന്നു ചൊന്ന നേരം. ഇങ്ങനെ ചൊൽക്കേട്ട മായ താൻ പോയി ചെന്നങ്ങനെയെല്ലാം അങ്ങാചരിച്ചാൾ. ഇഷ്ടമായുണ്ടായ ഗർഭമോ ചഞ്ചമ്മേ നഷ്ടമാ പോയി പോൽ ദേവകിക്കോ. എന്നൊരു വാർത്തയുമെങ്ങുമേ പൊങ്ങിത്തായന്നു തുടങ്ങിയ നാട്ടിലെങ്ങും. അനകദുന്ദുഭി തന്നൂടെ ജായയാം മാനിനിയായുള്ള രോഹിണിക്കോ സുന്ദരനായൊരു നന്ദനനുണ്ടായിരുന്നൊരു വാർത്തയുമവണ്ണമേ. ഛിദ്രിച്ചു പോയോരു ഗർഭവും ചിന്തിച്ചു ദുഃഖിച്ചു ദേവകീമേവും കാലം. ആഗമം തന്നൂടെ കാതലിലായി മറഞ്ഞാരോമേ കാണാതെ നിൽപ്പൂനപ്പോൾ. ദേവകി തന്നൂടെ ഗർഭകനായിട്ടു മേവിനാൻ മേദിനിക്കത്തൽ തീർപ്പാൻ. കുപ്പിയിൽ നിന്നോരു നൽവിളക്കെങ്ങനെ കുപ്പിയെ ചാലെ വിളക്കി ന്യായം. ഗർഭകമായുള്ള വൈഷ്ണവധാമ ഗർഭിണി തന്നെയുമവണ്ണമേ. ഗർഭത്തിനുള്ളൊരു ചിഹ്നവും പോന്നവൾ അല്പമായി കാണ തുടങ്ങി മെയ്യിൽ. നേർത്തു നിന്നിടുന്ന ഗാത്രങ്ങളെല്ലാമേ ചീർത്തു തുടങ്ങിയതു നാളിൽ നാളിൽ. ആണുപോയെങ്ങാനും വീണൊരു നാഭിയും പൂർണമായി തൂർണമെഴു തുടങ്ങി. സൂക്ഷ്മമായുള്ളൊരു മധ്യവും ചഞ്ചമ്മേ ഭീഷണഗോചരമായി വന്നു. മാന്യമായുള്ള വലിത്രയം മാഞ്ഞുപോയി ശൂന്യമായി നീതു മെല്ലെ മെല്ലെ. ആനകദുന്ദുഭിമാനിക്കും കൊങ്കകൾ കാനനം ചാലെ കറുത്തതപ്പോൾ. നന്ദനുണ്ടായാലെങ്ങളെ സ്നേഹമില്ലെന്നതു ചിന്തിച്ചിട്ടെന്ന പോലെ. ചാരുവായ്മേവുമമ്മാറോടു ചേർന്നോരു രാരവും പോയങ്ങു ദൂരത്തായി. ബാലകൻ വേണമിമ്മാറോടു ചേരുവാൻ ഞാനിനി നീങ്ങണമെന്ന പോലെ. അന്യമായി നിന്നുള്ള ഭൂഷണജാലവും ഒന്നൊന്നേ പോയി ചുരുങ്ങിതായി. ഈരേഴുപാരിനും ഭൂഷണമല്ലോ ഇന്നാരിയിൽ നിന്നവനെന്തു ഛേദം. മാനിനിമാരുടെ മൗലികയാമവൾ കാനനം ചാലെ വിളർത്തുകൂടി. ഗർഭകനായുള്ളോരർഭകൻ തന്നൂടെ നിർഭരഹാസം കൊണ്ടെന്ന പോലെ. അംഗവികാരങ്ങൾ പിന്നെയും ഓരോന്നേ പൊങ്ങിത്തുടങ്ങിയതു മേനി തന്നിൽ. വിശ്വങ്ങളെല്ലാം തന്നുള്ളിലെ ചേർത്തൊരു വിഷ്ണുവെ തന്നുദരത്തിലാക്കി. മേവി നിന്നിടുന്ന ദേവകി ദേവി തൻ
മേന്മയെ പാർക്കിൽ നാർക്കു ചൊല്ലാം. ഗർഭിണിയായോരു ദേവകി തന്നൂടെ അദ്ഭുത കാന്തിയെ കണ്ടു കംസൻ. തന്നീലെ നണ്ണീനാൻ എന്നൂടെ കാലനായി വന്നിവനിന്നു വന്നു വന്നു. പണ്ടിവൾക്കിങ്ങനെ ഉള്ളോരു കാന്തിയെ കണ്ടതില്ലെന്നതു കൊണ്ടു കാണാം. എന്തിനീ നല്ലതെന്നിങ്ങനെ ചിന്തിച്ചാലേതുമേ തോന്നുന്നതില്ലയൊന്നും. ഗർഭിണി തൻകോല ചെയ്വതിനായിട്ടോ കെൽപ്പു പുലമ്പുന്നതല്ല ചെമ്മേ. പെറ്റങ്ങു വീഴുമ്പോൾ തെറ്റന്നു ചെന്നു ഞാൻ പറ്റാതെന്നാകിലും വാർത്തീരാതെ. കൊന്നങ്ങു വീഴ്ത്തിനാലൊന്നിലും ബാധയില്ലെന്നതേ ചിന്തിച്ചാൽ നല്ലതുള്ളൂ. ഇങ്ങനെ നണ്ണീനോരന്ധനായുള്ളവൻ തന്നൂടെ ദാസരായുള്ളവരെ കാവലുമാക്കി തൻ മന്ദിരം പുകീനാമി വിലമായുള്ളോരുള്ളവുമാ.